കൊല്ലം കോർപ്പറേഷൻ ഇഫ്താർ സംഗമം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ നേതാക്കളെയും, ആധ്യാത്മിക നേതാക്കളെയും, രാഷ്ട്രീയ നേതാക്കളെയും, സാംസ്കാരിക നേതാക്കളെയും, ബഹുമാന്യരായ കൗൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മസേനയിലെയും കണ്ടിജന്റ് ജീവനക്കാർ, കോർപ്പറേഷൻ കൗൺസിലേഴ്സിനോടൊപ്പം ജീവനക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങളെയും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അടുത്തതായി സംസാരിക്കാൻ ഇന്ന് പാളയം ഇമാമിനെക്കുറിച്ച് സ്വാഗത പ്രാസംഗികൻ അഡ്വക്കേറ്റ് MS ഗോപകുമാർ സൂചിപ്പിച്ചു. അദ്ദേഹത്തെ ഞാൻ ഒരു ഈദ് സന്ദേശം നൽകുന്നതിന് ക്ഷണിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ കോർപ്പറേഷൻ മേയർ ശ്രീ AK ഹഫീസ് സാർ അവരുകളെ, അതുപോലെ സ്വാഗത പ്രഭാഷണം നിർവഹിച്ച കരുമാലിൽ ഡോക്ടർ ഉദയ സുകുമാരൻ സാർ അവരുകളെ, ഉദ്ഘാടനം നിർവഹിക്കുന്ന ആൻ്റണി പോൾ മുല്ലശ്ശേരി പിതാവ് അവരുകളെ, ഈ മഹത്തായ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങളെയും ആത്മീയ ചിന്താധാരകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒന്നിച്ചു ചേർന്നിട്ടുള്ള പുരോഹിത ശ്രേഷ്ഠരെ, മതപണ്ഡിതന്മാരെ, അതുപോലെ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക കൂട്ടായ്മകളെ പ്രതിനിധീകരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, അതിനെല്ലാം ഉപരിയായി ഈ മഹത്തായ സ്നേഹസംഗമത്തോട് ഐക്യദാർഢ്യവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇവിടെ ഒന്നിച്ചു വന്നിട്ടുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഗുണകാംക്ഷികളെ, ഒരു ഇഫ്താർ സംഗമം എന്നതിലേക്ക് ഞാൻ ഈ ഒരു കൂട്ടായ്മയെ ചുരുക്കി കാണുന്നില്ല. ഏതായാലും സ്വാഗത പ്രഭാഷണത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം സൂചിപ്പിച്ച ഒരു പദാവലി തന്നെയാണ് ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് വിശേഷിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സ്നേഹസംഗമമാണ്. കാരണം ഇഫ്താറുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ കൊല്ലത്ത് ഇവിടെ ഈ ഹാളിൽ ഒരു ഇഫ്താർ കൂടുമ്പോൾ ഒരുപക്ഷെ അധിക ദൂരമില്ലാത്തൊരു സ്ഥലത്ത് ഇതുപോലൊരു ഇഫ്താർ നടക്കുന്നുണ്ടാവും. അതുപോലെ ഇഫ്താർ സംഗമങ്ങൾ ധാരാളമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഇഫ്താർ സംഗമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില സവിശേഷതകളും ചില ലക്ഷ്യങ്ങളും നമ്മുടെ നാടിൻ്റെ സൗഹൃദവും പരസ്പര സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കാളിത്തവും ഇതിനുണ്ട് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എന്നെ ഹഫീസ് സാർ ഇതിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് നമ്മുടെ 27ാം രാവും അതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണല്ലോ. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു ഈ ഒരു പരിപാടിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച്. എല്ലാ വർഷവും കോർപ്പറേഷനിൽ ഇതുപോലെ പരിപാടി നടക്കാറുണ്ട് എന്നും സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും അതിനെ വളരെ ഊഷ്മളമായ രീതിയിൽ തന്നെ ഇന്ന് നമ്മുടെ ബഹുമാന്യനായ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും എല്ലാം നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇഫ്താറിൻ്റെ സന്ദേശം റമളാനിൻ്റെ സന്ദേശമാണ്. റമളാനിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള മാസം. ഖുർആൻ മാത്രമല്ല, ധാരാളം വേദഗ്രന്ഥങ്ങൾ അത് റമളാനിലാണ് അവതീർണമായത്. ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിർണായക രാവ്, വിധി നിർണായക രാവ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. റമളാനിൽ ഖുർആൻ ഇറങ്ങിയ മാസമാണെങ്കിൽ ഈ വിധി നിർണായക രാവിലാണ് ആ ഖുർആൻ ഇറങ്ങിയ രാത്രി എന്ന് പറയുന്നത്. വളരെ കൃത്യവും വ്യക്തവുമാണ് പറഞ്ഞത്. എന്തിനാണ് ഈ ഖുർആൻ ഇറങ്ങിയ ഈ രാവിൽ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് കൂടുന്നത്? അതിൽ മുസ്ലിങ്ങൾ മാത്രം ഒരുമിച്ച് കൂടിയാൽ പോരെ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും ചിലപ്പോഴെങ്കിലും നമുക്ക് വന്നുകൂടായികയില്ല. പക്ഷെ അങ്ങനെയല്ല. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് അത് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരുടെയും സന്തോഷമാണ്. അത് റമളാനാവുമ്പോൾ മാത്രമല്ല, റമളാൻ ആഘോഷമല്ല, അത് ഉപവാസമാണ്. പക്ഷേ ഇഫ്താറുകൾ അതൊരു സന്തോഷത്തിൻ്റെ സന്ദർഭങ്ങളായി ഇപ്പോൾ മാറുന്നുണ്ട്. കാരണം പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ അതിന് സമയം വളരെ ചുരുങ്ങിയ ഒരവസ്ഥയാണ്. ഈദുൽ ഫിത്തർ ഒരു ദിവസം മാത്രമാണ്. അതുകൊണ്ട് ഇതുപോലുള്ള സൗഹൃദ സംഗമങ്ങളൊന്നും ഇതുപോലെ സംഘടിപ്പിക്കാൻ ആ ഒരു ദിവസം കൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുക.
അതുകൊണ്ടാണ് ഇഫ്താറുകൾ നമ്മളെ സൗഹൃദ സംഘാടനത്തിനുള്ള വലിയൊരു അവസരമായിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ ഖുർആൻ അടക്കമുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും അത് മാനവരാശിയുടെ ഒരുമയെ സംബന്ധിച്ച് പറയുന്നതാണ്. ഖുർആൻ റമളാനെ സംബന്ധിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, റമളാനിലാണ് ഖുർആൻ അവതീർണമായത് മനുഷ്യരാശിക്കുള്ള വെളിച്ചമായി. മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഗ്രന്ഥം ഖുർആൻ മാത്രമല്ല, എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യരെ ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മതാചാര്യന്മാരും മതാതീത ആത്മീയ ചിന്തകളും മനുഷ്യരെ ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരു നമ്മുടെ നാടിനെ സംബന്ധിച്ച് ലോകത്തെ പരിചയപ്പെടുത്തുകയാണ്. സഹോദര തുല്യം ആളുകൾ ജീവിക്കുന്ന, ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് ആളുകൾ ഊഷ്മളമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന നാടാണ് നമ്മുടെ നാട്